സത്യം പറഞ്ഞ ഈ ലോകത്തെ എല്ലാവർക്കും കുറച്ചൊക്കെ ഭ്രാന്തുണ്ട്. തനിക്കറിയാമല്ലോ ആരാ വരാൻ പോകുന്നതെന്ന്. മൊത്തത്തിൽ പറഞ്ഞ അവൻ ഈ ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന് സാരം. പക്ഷെ ഇനി അവന്മാരുടെ ഒരു പരിപാടിയും പറക്കാതെ വന്നിരിക്കുന്നത് അവന്റെയൊക്കെ തന്തേ. പിന്നെ പിന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. ഇവന്റെ ഈ കളർഫുൾ പരിപാടികളൊക്കെ ഷോയാണ്. ഇനിയാണ് എന്റെ ഷോ. I will take you to the miraculous universe of the most wanted person you are searching for. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം. ആ രാമലീലയൊക്കെ ഇറങ്ങിയതിന് ശേഷം രാമലീലയുടെ ട്രെയിലറും ടീസറൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദിലീപിൻ്റേതായിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രെയിലറോ ടീസറോ ഒക്കെ കണ്ടിട്ട് ഇത് കൊള്ളാം, ഇത് കാണണം എന്ന് തോന്നിയിട്ടുള്ള ഒരു ഐറ്റം ഇപ്പോൾ ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ദിലീപിൻ്റെ മാത്രമല്ല, വിനീത് ശ്രീനിവാസനുണ്ട്, ധ്യാൻ ശ്രീനിവാസനുണ്ട്, പിന്നെ കുറേ കോമഡിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ ലാലേട്ടൻ്റെ ക്യാമിയോ റോൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. മതിയല്ലോ. മിക്കവാറും ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തിരിച്ചുവരവ് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലിയൊക്കെ ഹിറ്റാണെന്ന് അവകാശപ്പെടുന്നുണ്ട് കുറേ ആളുകൾ. അതുപോലത്തെ ഫാബ്രിക്കേറ്റഡ് ഹിറ്റൊന്നും അല്ലാത്ത ശരിക്കുള്ളൊരു ഹിറ്റ് കാണാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ഒരു സിനിമ എന്നുള്ള ലെവലിൽ മാത്രം നോക്കുമ്പോൾ കൊള്ളാം, ഇഷ്ടമായി. സിനിമയുടെ ബേസിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു.